സ്വന്തമായി 3400 കോടിയിലധികം ആസ്തിയും 26 ജോലിക്കാരും ഒരു BMW കാറുമൊക്കെയുള്ള ഒരു നായയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? നമുക്ക് നോക്കാം. ഒരു സാധാരണക്കാരന് മനുഷ്യായുസ്സിൽ നേടാനാവാത്തയത്ര സമ്പാദ്യമുള്ള നായ. ഒന്നും രണ്ടുമല്ല, 3400 കോടിക്ക് മുകളിൽ ആസ്തിയുമായാണ് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ഗുന്തർ ആറാമൻ എന്ന നായയുടെ രാജകീയ ജീവിതം. ലോകത്തിലെ പല ശതകോടീശ്വരന്മാരോടും കിടപിടിച്ചു നിൽക്കത്തക്ക വിധം ആഡംബര ജീവിതമാണ് ഇറ്റലിക്കാരനായ ഗുന്തർ ആറാമൻ നയിക്കുന്നത്. പല സാങ്കല്പിക കഥകളെയും തോൽപ്പിക്കുന്ന തരത്തിലാണ് ഗുന്തർ ആറാമന്റെ ജീവിതകഥ. ഒരു ഇറ്റാലിയൻ പ്രഭുവിന്റെ പത്നിയായിരുന്ന കാർലോട്ടെ ലീബൻസ്റ്റീൻ 1992 തന്റെ മകന്റെ മരണത്തെ തുടർന്ന് സ്വത്തിന് മറ്റ് അവകാശികൾ ആരുമില്ലാത്തതിനാൽ $80 മില്യൺ ആസ്തി വളർത്തുനായ ഗുന്തർ മൂന്നാമന്റെ പേരിൽ എഴുതി വെച്ചു. പ്രഭു കുടുംബത്തിന്റെ സുഹൃത്തും സംരംഭകനുമായിരുന്ന മൗറീസിയോ മിയാനായിരുന്നു സ്വത്ത് നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്വം. അദ്ദേഹമാകട്ടെ ഗുന്തറിന്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിക്കുകയും അനന്തരാവകാശം $400 മില്യൺ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഗുന്തർ മൂന്നാമന്റെ പിൻതലമുറക്കാരനായ ഗുന്തർ ആറാമൻ അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ സ്വത്തിന്റെ മുഴുവൻ ഉടമയായി. ട്രസ്റ്റിലെ അംഗങ്ങളാണ് നിലവിൽ സ്വത്ത് നോക്കി നടത്തുന്നത്. തന്റെ സമ്പത്തിനെ കുറിച്ചോ രാജകീയമായ പദവിയെക്കുറിച്ചോ അറിയില്ലെങ്കിലും മറ്റൊരു നായയ്ക്കും ലഭിക്കാത്തയത്ര ആഡംബര സൗകര്യങ്ങൾ ആസ്വദിച്ചാണ് ഗുന്തർ ആറാമന്റെ ജീവിതം. സമാനതകളില്ലാത്ത ഗുന്തറിന്റെ ജീവിത രീതിയെക്കുറിച്ച് ഗുന്തേഴ്സ് മില്യൺ എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യു സീരീസും പുറത്തിറക്കിയിട്ടുണ്ട്. 27 ജോലിക്കാർ അടങ്ങുന്ന സംഘമാണ് ഗുന്തർ ആറാമിനെ പരിചരിക്കുന്നത്. ഗോഡ് ഫ്ലേക്ക് പൊതിഞ്ഞ സ്റ്റീക്കുകളടക്കം ഗുന്തറിന്റെ ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കുവാനായി പ്രൈവറ്റ് ഷെഫും റെഡി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നായയുടെ പേരിൽ സ്വത്തുവകകളുണ്ട്. $29 മില്യൺ വിലമതിപ്പുള്ള മിയാമി ബംഗ്ലാവ് അടക്കം ആഡംബര വസതികളും ഇക്കൂട്ടത്തിൽ പെടുന്നു. ഇതിനെല്ലാം പുറമെ ഒരു പ്രൈവറ്റ് ജെറ്റും ആഡംബര യാട്ടുമെല്ലാം ഗുന്തർ ആറാമന് സ്വന്തമായുണ്ട്. ദി മഗ്നിഫിഷ്യന്റ് 5 എന്ന പേരിൽ ഒരു പോപ്പ് മ്യൂസിയം ഗ്രൂപ്പും സ്പോർട്സ് ടീമുകളുമൊക്കെ ആസ്തി ഉപയോഗിച്ച് ഗുന്തർ വാങ്ങി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഗുന്തർ ആറാമൻ സഞ്ചരിക്കാറുണ്ട്. പ്രത്യേക ഡ്രൈവറുള്ള കൺവേർട്ടബിൾ BMW കാറിലാണ് ഗുന്തറിന്റെ യാത്ര. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗുന്തറിന്റെ ആസ്തി സംബന്ധിച്ച് ചില തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രശസ്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ അവകാശിയായ മൗറീസിയോ മിയാൻ നികുതി വെട്ടിക്കുവാനാണ് ഇത്തരമൊരു ട്രസ്റ്റിന് രൂപം നൽകിയതെന്നാണ് ആരോപണം. 1999 ഗിന്നസ് റെക്കോർഡിന് ശ്രമിച്ചെങ്കിലും ആസ്തി സംബന്ധിച്ച കൃത്യമായ തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ അപേക്ഷ നിരസിച്ചിരുന്നു. പിന്നാമ്പുറ കഥകൾ എന്തുതന്നെയായാലും ലോകത്തിലെ 99% മനുഷ്യർക്കും സങ്കല്പിക്കാനാവാത്ത ആഡംബരങ്ങൾ ആസ്വദിച്ച് കഴിയുകയാണ് ഗുന്തർ ആറാമൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.